ക്രിക്കറ്റിൽ റണ്ണുകൾ വാരിക്കൂട്ടുന്നത് പോലെ തന്നെ ചർച്ചയാകുന്ന ഒന്നാണ് റണ്ണൊന്നും എടുക്കാതെയുള്ള മടക്കം. 2020 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ തവണ 0-ന് പുറത്തായ താരമെന്ന റെക്കോർഡിലേക്കാണ് യുവ ഓപ്പണർ അഭിഷേക് ശർമ്മ എത്തിയിരിക്കുന്നത്. അഭിഷേക് ശർമ്മയുടെ ഈ മോശം ഫോം കേവലം ഒരു മത്സരത്തിൽ ഒതുങ്ങുന്നതല്ല എന്നതാണ് ആരാധകരെ നിരാശരാക്കുന്നത്. തുടർച്ചയായി റണ്ണൊന്നും എടുക്കാതെ ക്രീസ് വിടേണ്ടി വന്നത് താരത്തിന് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ ഈ നാണക്കേടിന്റെ പട്ടികയിൽ അഭിഷേക് ശർമ്മ ഒറ്റയ്ക്കല്ല. മുൻ ഇന്ത്യൻ പേസറായ ആഷിഖ് നെഹ്റയും ഈ റെക്കോർഡിൽ അഭിഷേകിനൊപ്പം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. രസകരമായ കാര്യം, ഇരുവരും തുടർച്ചയായ 3 ഇന്നിംഗ്സുകളിലാണ് 0-ന് പുറത്തായതെന്നതാണ്. ആഷിഖ് നെഹ്റയുടെ ഡക്കുകൾ 2 വ്യത്യസ്ത ലോകകപ്പുകളിലായിട്ടായിരുന്നു സംഭവിച്ചത്. 2010-ലെ ലോകകപ്പിലായിരുന്നു നെഹ്റയുടെ ആദ്യത്തെ 2 0-ങ്ങൾ. ഓസ്ട്രേലിയക്കെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരെയുമായിരുന്നു ആ മത്സരങ്ങൾ. ആ 2 മത്സരങ്ങളിലും ക്രീസിൽ ഒരു മിനിറ്റിൽ പോലും തികച്ചും നിൽക്കാൻ നെഹ്റയ്ക്ക് സാധിച്ചില്ല. ബൗളർ എന്ന നിലയിൽ തിളങ്ങുമ്പോഴും ബാറ്റിംഗിൽ നെഹ്റ പരാജയപ്പെടുന്നത് ആരാധകർക്ക് വലിയ നിരാശയായിരുന്നു നൽകിയത്. വർഷങ്ങൾക്ക് ശേഷം 2016-ലെ ലോകകപ്പിലാണ് നെഹ്റയ്ക്ക് വീണ്ടും ബാറ്റിംഗിന് അവസരം ലഭിക്കുന്നത്. നാഗ്പൂരിൽ ന്യൂസിലൻഡിനെതിരെയുള്ള ആ മത്സരത്തിലും വിധി മറ്റൊന്നായിരുന്നില്ല. വീണ്ടും 0-ന് പുറത്തായതോടെ നെഹ്റ തന്റെ ഡക്ക് ഹാട്രിക് പൂർത്തിയാക്കി. നെഹ്റ 0-ന് പുറത്തായ ആ 3 മത്സരങ്ങളിലും ഇന്ത്യ പരാജയപ്പെട്ടു എന്നത് മറ്റൊരു കൗതുകകരമായ വസ്തുതയാണ്. ടീം തകർച്ച നേരിടുമ്പോൾ അവസാന വിക്കറ്റുകളിൽ പ്രതീക്ഷ വെച്ചിരുന്നെങ്കിലും നെഹ്റയ്ക്ക് അതിന് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ യുവതാരം അഭിഷേക് ശർമ്മയും സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വെടിക്കെട്ട് ബാറ്റിംഗിന് പേരുകേട്ട താരം തുടർച്ചയായി നിരാശപ്പെടുത്തുന്നത് ടീം മാനേജ്മെന്റിനെയും ആശങ്കയിലാക്കുന്നുണ്ട്. ക്രിക്കറ്റിൽ ഒരു ബാറ്റർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഡക്ക് എന്നത്. പ്രത്യേകിച്ചും ഓപ്പണർമാരോ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരോ 0-ന് പുറത്താകുന്നത് ടീമിന്റെ ആത്മവിശ്വാസത്തെ തന്നെ ബാധിക്കാറുണ്ട്. അഭിഷേക് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പ് വലിയൊരു പാഠമാണ്. തുടർച്ചയായ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കരുത്തോടെ തിരിച്ചു വരാനാണ് താരം ശ്രമിക്കേണ്ടത്. ആഷിഖ് നെഹ്റ ഒരു ബൗളർ ആയിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പരാജയങ്ങൾ അന്ന് അത്ര വലിയ ചർച്ചയായിരുന്നില്ല. എന്നാൽ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ എന്ന നിലയിൽ അഭിഷേകിന് ഈ റെക്കോർഡ് വലിയ ഭാരമാണ്. അഭിഷേകിന്റെ ഈ റെക്കോർഡ് തിരുത്തപ്പെടണമെങ്കിൽ അടുത്ത ഇന്നിംഗ്സുകളിൽ വലിയ സ്കോറുകൾ കണ്ടെത്തേണ്ടി വരും. യുവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് BCCI ഇപ്പോഴും സ്വീകരിക്കുന്നത്. 2020 ക്രിക്കറ്റിൽ സാഹചര്യങ്ങൾ വേഗത്തിൽ മാറും. അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മയുടെ ഈ മോശം ഫോം താൽക്കാലികം മാത്രമാണെന്ന് കരുതുന്ന ക്രിക്കറ്റ് നിരീക്ഷകരും കുറവല്ല.